Welcome to part 8 of Making Lived Experiences Matter. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ട്രോമ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിട്ടതേ ഉള്ളൂ, ദ വേർഡ് ട്രോമ. ഇന്നിപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ട്രോമയെ കുറിച്ച് കൂടുതൽ പറയാം. ആൻഡ് ഓൾസോ about coping mechanisms. That will be the key topic today. Coping mechanisms എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു നിർത്തിയത് ഈ ഡിസ്കംഫർട്ടിൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു ഡൗട്ടിൽ തുടങ്ങുമ്പം ഒരു ഡിസ്കംഫർട്ട് വരുമ്പം നമ്മളത് റിലീസ് ചെയ്യണം ബോഡിയിൽ നിന്ന്. അത് ബോഡി ഈസ് ദ റൂട്ട് ആൻഡ് ദ റെമഡി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അത് നമുക്ക് അറിയില്ല, ലൈക്ക് ദാറ്റ് ഐ ഡോണ്ട് നോ ആണ്. പിന്നെ അത് അവിടെ നിന്ന് എസ്കലേറ്റ് ചെയ്ത് ആയിക്കാണ്ടായി, പിന്നെ ഐ വോണ്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് എനിമോർ എന്ന് പറയുമ്പം നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. വി ഓൾ ഡു സംതിങ്. വി ആർ നോട്ട് ചൂസിങ് അറ്റ് ദാറ്റ് ടൈം, വി ആർ കോപ്പിങ്. ബിക്കോസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും. സോ ചോയ്സ് എന്ന് പറയുന്നത് ഇസ് ദ ഫങ്ഷൻ ഓഫ് ദ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്, വിച്ച് ഇസ് ആലോചിച്ച് ചിന്തിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് വി ആർ തിങ്കിങ് ഓർ വി ആർ അത് ഡി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡിസ്കഷൻ, ഡയലോഗ്, ഡിസഗ്രിമെൻറ്റിൽ എൻഗേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ആലോചിച്ചുകൊണ്ട് നമുക്ക് ആ ഡിസ്കംഫർട്ടിൽ ഇരിക്കാൻ പറ്റണം. ഐഡിയലി അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഒരു ഹെൽത്തി സിറ്റുവേഷൻ ഇസ് വേർ ഡിസ്കംഫർട്ടിൽ ഇരുന്നാലും നമുക്കിത് മാനേജ് ചെയ്തുകൊണ്ട് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പ് ഡിസ്കണക്റ്റ് ആവാതെ ആ ഒരു ഡിസ്കഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഐഡിയൽ സിറ്റുവേഷൻ ഇൻ ഓൾ റിലേഷൻഷിപ്സ് ആൻഡ് ഇൻറ്ററാക്ഷൻസ്. പക്ഷെ അതെപ്പോഴും ഒരുമാതിരിപ്പെട്ട എന്നെ കൊണ്ടും ചിലപ്പോൾ പറ്റാറില്ല. സോ വി ഓൾ കോപ്പ്. വൈ? ബിക്കോസ് ആസ് ചിൽഡ്രൻ നമുക്ക് ഈ ചോയ്സ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ആ ബ്രെയിൻ ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ അതൊരു ലൈക്ക് ഐ സെഡ് ഇൻ ദ ഫസ്റ്റ് സെഷൻ, അതൊരു 25 to 28 years ഏജിലെ ആ ഏരിയ ഫുള്ളായിട്ട് ഡെവലപ്പ് ആവുന്നുള്ളൂ. സോ അപ്പോൾ എത്രയും പ്രായം കുറഞ്ഞ കുട്ടികളാണോ അവർ അവിടം വെച്ചിട്ടല്ല ഫങ്ഷൻ ചെയ്യുന്നത്. സോ ദേ ആർ പ്രിഡോമിനൻ്റ്ലി അവർ ഒന്നെങ്കിൽ സെൻസറി ബ്രെയിൻ അല്ലെങ്കിൽ റെപ്റ്റൈൽ ബ്രെയിൻ വെച്ചിട്ടാണ് അവരുടെ ഡിസ്കംഫർട്ട്സ്, ഈ ഐ ഡോണ്ട് നോസ് ഒക്കെ. പിന്നെ ഉള്ളത് ഈ സെക്കൻഡ് ലെവൽ ഓഫ് ദ ബ്രെയിൻ വിച്ച് ഇസ് റിലേഷൻഷിപ്പ് ബ്രെയിൻ ഓർ ദ ബ്രെയിൻ വേർ ട്രോമ ബിഗിൻസ് ടു സ്റ്റാർട്ട്, വേർ അവർ എക്സ്പ്രസ് ചെയ്യുന്നു, നമ്മൾ പറയുന്നു ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് സഹിക്കിടുമ്പോൾ തിരിച്ച് നമ്മളെ ക്രഷ് ചെയ്യുക. സോ ഓൾ ദിസ് ഒത്തൻറ്റിസിറ്റി, അവനോൻ്റെ എക്സ്പ്രഷൻസ് വേഴ്സസ് അറ്റാച്ച്മെൻറ്റ്, വിച്ച് ഇസ് നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഈ ഒരു കോൺഫ്ലിക്റ്റും ഡിസഗ്രിമെൻസും ഒക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് എങ്ങനെ നമുക്ക് സമാധാനമായിട്ട് ഡിസ്കസ് ചെയ്ത് എൻഗേജ് ചെയ്ത് ഡിസ്കണക്ഷൻ ചെയ്യാതെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആരുടെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്? നമ്മളുടെ അടുത്ത് മീൻസ് വാട്ട് ഐ മീൻ ഇസ് adults are expected to show how to regulate themselves, how to maintain the relationship and be in discussion or dialogue or disagreement without completely disconnecting and derailing എന്നുള്ളത് നമ്മൾക്കറിയണം. പക്ഷെ നമ്മൾക്കറിയണമെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ ആര് പഠിപ്പിച്ചിരിക്കണം? സോ ദിസ് ഇസ് വാട്ട് ഇഫ് വി ഗോ വൺ ജനറേഷൻ ആഫ്റ്റർ ദി അതർ, ഇതൊന്നും ആരും നമ്മളെ പഠിപ്പിക്കുന്നേ ഇല്ല. അപ്പം നമ്മളെല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഗോ ത്രൂ ദിസ് ട്രോമ എന്നുള്ളത് ചൈൽഡ്ഹുഡിലുള്ളൊരു ഗിവൺ ആണ്. നമ്മൾ ഈ ട്രോമ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ അത്യാഹിതം നമ്മുടെ ചൈൽഡ്ഹുഡിൽ സംഭവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ദുഷ്ടന്മാരായിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഒരു അബ്യൂസ് ഓർ സെക്ഷൽ അബ്യൂസ് ഓർ ട്രോമാറ്റിക് ഈവൻറ്റ് എന്നാണ് നമ്മളുടെ തെറ്റിദ്ധാരണ. ദാറ്റ് ഇസ് നോട്ട് നെസസറിലി ട്രോമ. ട്രോമ ഇസ് എ വെരി വെരി കോംപ്ലെക്സ് കോൺസെപ്റ്റ് വേർ അതൊരു സിംഗിൾ ഈവൻറ്റ് ട്രോമയാവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ജനറലി ഈ കോപ്പിംഗ് മെക്കാനിസത്തിൽ കൂടെ പതുക്കെ അത് എസ്കലേറ്റ് ആയി പോവാം. അതായത് ഫസ്റ്റ് നമ്മൾക്കൊരു ആങ്സൈറ്റി വരും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, വി കോപ്പ്, ബിക്കോസ് കുഞ്ഞു കുട്ടികളാകുമ്പോൾ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് പതുക്കെ ഇത് വർക്കൗട്ട് ആയി എന്ന് അറിയുമ്പോൾ പതുക്കെ അവിടെ കണക്ഷൻസ് വീഴുവാണ്. ഓക്കെ, ദിസ് ഇസ് വർക്കിംഗ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് വിത്ത് ദിസ് പേഴ്സൺ, ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ കോപ്പ് ചെയ്തപ്പോൾ ഇത് എനിക്ക് കംഫർട്ട് കിട്ടി, സോ ഞാനത് പിന്നെയും ചെയ്യും. അങ്ങനെ പിന്നെയും ചെയ്ത് ആ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് പതുക്കെ ഈ കോപ്പിംഗ് ചെയ്ത് കംഫർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതൊരു
ഹാബിറ്റായിട്ട് മാറും. ഈ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ചെറുതായിട്ട് കുറച്ച് പാറ്റേൺസ് അവിടെ ഡെവലപ്പ് ചെയ്തു. ഈ ഒരു പാറ്റേൺസ് അപ്പം നമ്മൾ പറയുമ്പോൾ ഇത് ഇവൻ്റെ സ്വഭാവം ഇങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പം അതൊക്കെ യു സ്റ്റാർട്ട് അസോസിയേറ്റിംഗ് ദീസ് കോപ്പിംഗ് വിത്ത് ദിസ് പേഴ്സൺ. ആൻഡ് ദെൻ കുറച്ചും കൂടെ വലുതാകുമ്പോൾ പറയും അത് പേഴ്സണാലിറ്റി പാറ്റേൺസിന് അങ്ങ് ഉറച്ചു എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പറയും ഇതൊരു ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ ഇതൊരു നാണമുള്ള ആളാണ്. യു കൈൻഡ് ഓഫ് സ്റ്റാർട്ട് ലേബലിംഗ് or diagnosing people with personalities. അവിടെ അവിടെ തുടങ്ങും. ഈ പേഴ്സണാലിറ്റീസ് അവിടെ ഇരുന്ന് അത് പിന്നെയും ഡിസ്കഷനും ഡയലോഗും ഡിസ്കണക്ഷനാണ് കൂടുതൽ ഈ പേഴ്സണാലിറ്റി ടൈപ്സിൽ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ഈ പാറ്റേൺസും പേഴ്സണാലിറ്റീനെ പെത്തോളജൈസ് ചെയ്യും. പെത്തോളജി എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണെന്ന് അതൊരു പ്രോബ്ലം ആയിട്ട് നമ്മളത് ചിത്രീകരിക്കും. These people started with simple coping with their anxieties because they did not know. അവർക്ക് അറിയില്ലായിരുന്നു ഇതെങ്ങനെ ചൂസ് ചെയ്യണമെന്ന്. ചിലപ്പോൾ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന പാറ്റേൺസ് ആവാം വിത്ത് പേരൻസ്. ഓൾ ഓഫ് us ലേൺ കോപ്പിംഗ് വിത്ത് അവർ പേരൻസ്. സോ വാട്ട് ആർ ദീസ് കോപ്പിംഗ് മെക്കാനിസംസ്? ഇതെങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളുടെ കോപ്പിംഗ് ഇപ്പോൾ എന്താണോ എന്ന് നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അറിവ് വേണം. ഫസ്റ്റ് ഇസ് അവെയർനെസ്. ഓക്കെ, അതേപോലെ നമ്മളുടെ എന്താണ് കോപ്പിംഗ് ഓരോരുത്തരുടെ അടുത്തും വ്യത്യാസമായിരിക്കും. അതേപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ കോപ്പിംഗ് എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. സോ ആദ്യം ഈ കോപ്പിംഗ് മെക്കാനിസംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ സെഷൻ്റെ ഹൈലൈറ്റ്. സോ ദാറ്റ് ആസ് ഹോം വർക്ക് വി കൻ ഓൾ ഗോ ആൻഡ് ഒരു ഇൻട്രോസ്പെക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് തന്നെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യാം. എന്താണ് എൻ്റെ പ്രിഡോമിനൻറ്റ് കോപ്പിംഗ് വിത്ത് ഈ ആളുടെ അടുത്ത് ഇങ്ങനെയാണ്. ചിലപ്പോൾ മക്കളുടെ അടുത്ത് ഒന്നായിരിക്കാം, പേരൻസിൻ്റെ അടുത്ത് ഒന്നായിരിക്കാം, പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് വേറെ ആയിരിക്കാം, ജോലി സ്ഥലത്ത് വേറെ ആയിരിക്കാം, സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കാം. സോ വി ഓൾ കോപ്പ് വിത്ത് സിറ്റുവേഷൻസ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആൻഡ് പീപ്പിൾസ് ആൻഡ് ഇവൻറ്റ് വെരി ഡിഫറെൻ്റ്ലി. പിന്നെ ഇത് കോപ്പിംഗ് ആണോ ചൂസിങ് ആണോ എന്നുള്ളത് ഐ ഗോ ടു ദ ലാസ്റ്റ്. അത് തീരാൻ പറ്റിയില്ലെങ്കിൽ ഐ ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് സെഷൻ. So the 6 coping mechanisms that we all go through, including us and our children, are 6 F's. Remember ചെയ്താൽ മതി. The first F is feeding coping mechanisms. Feeding എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവുമ്പോൾ, ലൈക്ക് വി സെഡ് വിത്ത് ദ ബേബീസ്, അവർക്ക് ഫസ്റ്റ് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായി അവർ കരയുമ്പം ആ ഡിസ്കംഫർട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ആവാം. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ഫീഡിങ് ദ ചൈൽഡ്. അപ്പോൾ ഫീഡിങ് അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുന്നത് ഈ ഓറോമോട്ടോ സ്ട്രക്ചേഴ്സിൽ കൂടെ ഈ ടാക്ടൈൽ സെൻസേഷൻ ത്രൂ ദ ത്രോട്ടും ഒക്കെ കിട്ടുന്നതും വിശപ്പ് വയറ് നിറയുന്നതും ഇമ്മീഡിയറ്റ്ലി ബിക്കംസ് ഒരു കംഫർട്ട്. ഇപ്പം നമ്മൾ അനിമൽ വേൾഡിൽ നിന്ന് നോക്കിയാലും അങ്ങനെയാണ്. അവർ സേഫായിട്ട് ഫീൽ ചെയ്യുന്നത് എവിടെയാണ്? അവർക്ക് ഫുഡും വെള്ളവും കൊടുക്കുന്ന ആൾക്കാരാണ് അവരും സേഫ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഫുഡ് ബിക്കംസ് എ ഹ്യൂജ് comfort factor for all of us, which is why the food industry is thriving, because അതൊരു comfort area ആണ് for us to navigate the world. അപ്പോൾ ഈ ഫീഡിങ്ങിൽ കോപ്പിംഗ് മെക്കാനിസംസ് എങ്ങനെയാണ് കുഞ്ഞു കുട്ടികൾക്ക് കാണുന്നത്? യു കെൻ സീ ഇറ്റ് ആസ് എന്ത് ഡയറക്ഷനിലേക്ക് അവർ ആ ഫുഡിൻ്റെ ഇതിൽ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഒന്നെങ്കിൽ അധികമായിട്ട് ബിഞ്ച് ഈറ്റിംഗ്, അധികമായിട്ട് ഭക്ഷണം കഴിക്കുക. നമ്മൾ സ്ട്രെസ് ഈറ്റിംഗ് എന്നൊക്കെ പറയുന്നത്, കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുക. അത് ചോയ്സ് അല്ല, നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് അറിയാം വേണ്ടാന്ന്, പക്ഷെ വി ടെൻഡ് ടു ഈറ്റ് മോർ. ഓർ സ്റ്റാർവിങ്, ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല, അപ്പറ്റൈറ്റ് കംപ്ലീറ്റ്ലി പോവുക, അല്ലെങ്കിൽ മൗത്ത് അൾസേഴ്സ് വരിക, gastric issues ഉണ്ടാവുക, constipation or diarrhea or all sorts of issues with the gut can start off with anxiety issues, skin infections ഉണ്ടാവുക, thumb sucking, nail biting, all that can be feeding coping. അത് മുതിർന്നവർക്ക് it can even lead to thumb sucking can further on, it can also lead to alcoholism, which is again basically through anything where we try to control intake of food or any kind of liquid. Other addiction like it can come as an offshoot of taking to feeding as a coping mechanism like varam. So check if this is what is happening to us. Pinne idu vechittu endu cheyam ennallathu is next, but first is be aware, are we coping through feeding? Picky eaters avam, idu കഴിക്കില്ല അത് കഴിക്കില്ല. ആ ഡിസ്കംഫർട്ട് ലൈക്ക് ഐ സെഡ് സെൻസറിയിൽ നിന്നും ആവാം, റിലേഷൻഷിപ്സിൽ നിന്നും ആവാം. സോ
തിങ് ഇസ് കുട്ടികൾ ആദ്യം കഴിക്കുമ്പോൾ ചിലപ്പം അവരുടെ ബോഡീനെ നമ്മൾ ഇഫ് ദേ ഡിസ്കണക്ട് ഫ്രം ദ ബോഡി, അത് വയറ് നിറഞ്ഞിട്ടും നമ്മൾ കുട്ടികളെ കഴിക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് നിറയുന്നതും അവരുടെ ബോഡിയിലെ, റിമെമ്പർ വി സ്പോക്ക് അബൌട്ട് സെൻസറി സിസ്റ്റം ഇൻറ്ററോസെപ്ഷൻ, എൻ്റെ വയറ് നിറഞ്ഞു എനിക്ക് ഫുള്ളായി എന്നുള്ള ഒരു സെൻസറി സിസ്റ്റമാണ്. ആ മെസ്സേജ് അവർക്ക് പോകുന്നേ ഇല്ല എങ്കിൽ അവർക്കൊരു ഡിസ്കണക്ഷൻ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാണ്. പെർട്ടിക്കുലർലി വെൻ നമ്മൾ ഈ മൊബൈൽ ഫോൺസും ടെലിവിഷൻസും അല്ലെങ്കിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് വച്ചുകൊണ്ട് നമ്മൾ ഈ ഫീഡിങ് ചെയ്യുമ്പം ഡിസ്കണക്ഷൻ ഉണ്ടാവുന്നത്. നമുക്ക് ആഹാരം ടേസ്റ്റ് ചെയ്യണം, അത് അനുഭവപ്പെടണം, ടാക്ടൈൽ സെൻസേഷൻ, ഗട്ടിലേക്ക് പോകണം, വയറ് നിറഞ്ഞോ എന്നുള്ള സെൻസേഷൻസ്, ഇതുമൊക്കെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി കുട്ടികളെ ആ ഫുഡും ആയിട്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിനെ ഡിസ്കണക്ട് ചെയ്ത് ഓഡിയോ വിഷ്വൽ അവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ സെൻസറി ലെവലിൽ തന്നെ വി ആർ ക്രിയേറ്റിംഗ് ദിസ് കണക്ഷൻ. സോ ഇഫ് നമ്മളും അതെ ഈ ടെലിവിഷനും ഒക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ മിക്കവാറും ഒന്നുകിൽ എക്സ്ട്രാ ആവശ്യമില്ലാത്തൊക്കെ തിന്നും. സെയിം തിങ് ക്യാൻ ഹാപ്പൻ ടു ചിൽഡ്രൻ ഓൾസോ. സോ ideally avoid having food when you are distracted. നമ്മൾ കഴിക്കുമ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ആയിട്ട് അത് ശ്രദ്ധിച്ച് ആസ്വദിച്ച് കഴിക്കുക. സോ ദാറ്റ് ഇസ് എ ചോയ്സ് യു ആർ മേക്കിംഗ് ടു ഈറ്റ്. ഇറ്റ്സ് നോട്ട് എ കോപ്പിംഗ് വേ വി ആർ ഈറ്റിംഗ്. ഒരു ശ്രദ്ധയും ഇല്ലാണ്ട് കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫുഡുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയായിട്ടും അതേ ബന്ധം വരിക. നമ്മൾ വയറ് നിറയുന്നുണ്ടോ, വിശക്കുന്നുണ്ടോ, ഇത് നമുക്ക് ഇത്രയും വേണോ അതോ മതിയോ, വെറുതെ ഇരുന്ന് കഴിക്കുവാണോ, ഇറ്റ് ഡസൻറ്റ് ബിക്കം എ ചോയ്സ്, ഇറ്റ് ബിക്കംസ് കോപ്പിംഗ്. സോ ചെക്ക് ഇഫ് ഫീഡിങ് ഇസ് ബിക്കമിങ് എ കോപ്പിംഗ് ഓർ എ ചോയ്സ് എന്നുള്ളത്. ദാറ്റ് ഇസ് വൺ തിങ്. ദ സെക്കൻഡ് വൺ ഇസ് ഫൈറ്റ് കോപ്പിംഗ് മെക്കാനിസം. ഫൈറ്റ് ഇസ് എതിർക്കുക. അതായത് നമ്മൾക്ക് ഒരു ആൻസൈറ്റി വന്നു, ഒരു ഡിസ്കംഫേർട്ട് വന്നു, ഇത് എനിക്ക് ത്രെറ്റായിട്ട്, നമുക്ക് ഡിസ്കംഫേർട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ആൻസൈറ്റി, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, ഐ കാൺ ടേക്ക് ഇറ്റ് എനി മോർ, ഐ വോണ്ട് ടേക്ക് ഇറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ത്രെട്ടോ അല്ലെങ്കിൽ ഇതൊരു അറ്റാക്കായിട്ട് നമ്മൾ ഇതെങ്ങനെ നമ്മൾ ഇതിനെ നേരിടും, അതൊരു ഇവന്റ് ആവാം, ഒരു കോണ്ടെക്സ്റ്റ് ആവാം, എന്താവാം. നമ്മൾ വൺ ഇസ് ഓഫ് കോഴ്സ് ഐ സെഡ് ഫീഡിങ്. ദ നെക്സ്റ്റ് വൺ ഇസ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കംഫർട്ട് കിട്ടുന്ന തിരിച്ചറ്റാക്ക് ചെയ്യും. ബിക്കോസ് ദിസ് ലുക്സ് വെരി സ്കെയറി ഫോർ മീ. അപ്പം ഞാൻ എന്ത് ചെയ്യും, തിരിച്ചങ്ങോട്ട് കൊടുക്കും. അത് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അധികം നമുക്ക് അവരെക്കാട്ടിലും പവർ ഉണ്ടെന്ന് നമ്മൾ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വി വിൽ ട്രൈ ടു ക്രഷ് ദി അതർ പേഴ്സൺ. പട്ടക്കെന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ജനറലി ഇങ്ങനെ ദേഷ്യം പിടിച്ച് നമുക്കിങ്ങനെ പേടിച്ച് അങ്ങനെ ഫുൾ ടൈം ആങ്കർ ആണ് നമ്മളുടെ ടോപ്പിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫൈറ്റ് കോപ്പിംഗ് മെക്കാനിസം വേർ ഇറ്റ്സ് ഓഫ് കോഴ്സ് സ്റ്റാർട്ട്സ് വിത്ത് ആങ്സൈറ്റി. ദോസ് ആർ പീപ്പിൾ ഹു ഡു നോട്ട് നോ ഹൗ ടു ചാനലൈസ് ദെയർ ആങ്കർ. ആ ഡിസഗ്രിമെൻറ്റും ഡിസ്കഷനിലേക്കൊന്നും എത്തുന്നില്ല, കോപ്പി ചെയ്യാണ്. എന്തെങ്കിലും പറഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇസ് നോ, ഇല്ല, നോ, എവ്രിതിങ് ക്യാൻ ബി ടക്ക്. സോ ഒരു ഡിസ്കഷൻ ചിലപ്പം പോസിബിളേ ആവില്ല, എല്ലാത്തിനും ദേഷ്യം. So if you see a lot of anger, understand that these are people who need help. They need to be supported. We need to go down to അവരുടെ സങ്കടം എന്തായിരുന്നു, അവരുടെ ആങ്സൈറ്റി എന്തായിരുന്നു, അവർ തട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്നത് എന്താണ്, വാട്ട് ഈസ് മേക്കിംഗ് ദം ആങ്ഷ്യസ് ഔട്ട്സൈഡ് ഓഫ് ദം എന്നുള്ളത് വി ഹാവ് ടു ഫിഗർ ഔട്ട് ജെന്റ്ലി, സ്ലോലി. ഓരോ ആൾക്കാർക്കും വ്യത്യാസമാണ്, ഓരോ കോണ്ടെക്സ്റ്റും വ്യത്യാസമാണ്, കുട്ടികൾക്ക് വ്യത്യാസമാണ്, മുതിർന്നവർക്കും വ്യത്യാസമായിരിക്കും. ബിക്കോസ് അത്രയും എക്സ്പീരിയൻസസ് ഉണ്ട്. സോ ദർ ഇസ് എ ലോട്ട് വിച്ച് ഇസ് ഓൾറെഡി ലേൺഡ്. സോ അതൊക്കെ അൺലേൺ ചെയ്തിട്ട് വേണം നമുക്ക് ഇവരെ സഹായിക്കാനായിട്ട്. സോ ദാറ്റ് ഇസ് എ ഫൈറ്റ് കോപ്പിംഗ് മെക്കാനിസംസ്. എല്ലാത്തിനും ആങ്സൈറ്റി വരുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിക്കുക. സോ ദാറ്റ് വി ഫീൽ ലൈക്ക് ഓക്കെ കംഫർട്ട്, നമ്മൾ അതിനെ തട്ടിത്തെറിപ്പിച്ചു. സോ നോ ഐ ഡോണ്ട് ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്, ഐ എം ലൈക്ക് സേഫ് ആൻഡ് ഐ എം ഫീൽ കംഫർട്ടഡ്. അങ്ങനെ നമ്മൾ ഡിസ്കംഫർട്ടിനെ മാറ്റാൻ നോക്കും. Now the third one is flight coping mechanism. Flight means ഈ ഡിസ്കംഫർട്ട് നമ്മൾ കണ്ടു, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ദിസ്. അയ്യോ, ഇതിപ്പോൾ നമുക്ക് ഓവർ പവർ ചെയ്യാൻ പറ്റില്ല, ഇതൊരു ഭയങ്കര ആങ്സൈറ്റിയാണ്, നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കംഫർട്ട് ചെയ്ത് ഫുഡ് കഴിച്ചാലും നമുക്കില്ല, ഇത് അവിടെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ വാട്ട് വി ഡു, ഇറ്റ് ഇസ് ജസ്റ്റ് ടു മച്ച് ഫോർ അസ് ടു ഫേസ് ഇറ്റ് ഓർ ഫൈറ്റ് ഇറ്റ് ഓർ ഡു എനിത്തിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എസ്കേപ്പ്, ഫ്ലൈറ്റ്, ഓടി രക്ഷപ്പെടും. നമ്മൾ അത് അവിടെ ഇല്ലാന്ന് നമ്മൾ അങ്ങ് സ്വയമേ അങ്ങ് ധരിപ്പിക്കും. സോ ദർ ആർ മെനി പീപ്പിൾ ഹു വിൽ നോട്ട് accept that there is a problem. എന്ത് പ്രോബ്ലം, എവിടെ പ്രോബ്ലം, ഒരു പ്രശ്നമില്ലല്ലോ. സോ അത് ദാമ്പത്യത്തിലാവാം, ജോലി സ്ഥലത്താവാം, പേരന്റ് ചൈൽഡിലാവാം. ഒരാൾ പറയുന്നുണ്ടായിരിക്കും, യൂഷ്വലി ഇൻ പാർട്ട്നേഴ്സ്, വൺ പാർട്ട്ണർ comes and says there is a huge problem, the other is what problem, there is no problem at all. So these are people who take the
ചൂസിങ് അല്ല, ഇത് കോപ്പിംഗ് ആണ് ഫ്ലൈറ്റ്. ബിക്കോസ് അവർക്ക് അത് നേരിട്ട് കഴിഞ്ഞാൽ എങ്ങനെ നേരിടണം, ഡിസ്കഷൻ, എൻഗേജ്മെന്റ്, ഡയലോഗിനുള്ള സ്കിൽസ് ഇല്ല, ആങ്സൈറ്റിയാണ്. അപ്പോൾ എന്ത് പറ്റും, എനിക്കിത് നേരിടാനുള്ള ശേഷിയില്ല, സ്കില്ലും ഇല്ല, നോളജും ഇല്ല, സപ്പോർട്ടും ഇല്ല. സോ വാട്ട് ഹാപ്പൻസ്, ഐ വിൽ നോട്ട് ഡീൽ വിത്ത് ഇറ്റ്. സോ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ, ഈ എനർജി മുഴുവൻ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വേറെ എവിടേക്കെങ്കിലും കൊണ്ട് ചാനലൈസ് ചെയ്യും. വേറെ എവിടേക്കെങ്കിലും ചാനലൈസ് ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ഗോ ഇൻ എനി ഡയറക്ഷൻ. ചിലവർ അത് സോ കോൾഡ് സോഷ്യലി അക്സെപ്റ്റബിൾ ഏരിയാസിലേക്ക് ചാനലൈസ് ചെയ്താൽ നമ്മളത് ഫ്ലൈറ്റ് കോപ്പിംഗ് ആണെന്ന് അറിയേയില്ല. ഏതാണ് സോഷ്യലി അക്സെപ്റ്റബിൾ? ഒന്നെങ്കിൽ ഭയങ്കരമായിട്ട് പഠിച്ച് മിടുക്കന്മാരായിട്ട് മാർക്ക് വാങ്ങിക്കുമ്പോൾ ദേ ക്യാൻ ബി എക്സ്ട്രീം ഇൻവെസ്റ്റ് ഓൾ ദി എനർജീസ് ഇൻ ടു സ്റ്റഡിങ് എക്സ്ട്രാ കരിക്കുലർ ആയിരിക്കാം. ബട്ട് ഇഫ് ദേ ആർ ഡൂയിങ് ഇറ്റ് ആസ് എ കോപ്പിംഗ് ടു അവോയ്ഡ് സംതിങ് എൽസ് സോ ദാറ്റ് ദേ ഗെറ്റ് ദാറ്റ് റെക്കഗ്നിഷൻ ആൻഡ് കംഫർട്ട് ബിക്കോസ് ദേ ആർ ഡൂയിങ് വെൽ ഇൻ അതേഴ്സ്, അതും ഒരു കോപ്പിംഗ് ആണ്. എന്ന് വെച്ച് പഠിക്കേണ്ടെന്ന് പറയുകയാണോ? അല്ല. ദേ ആർ ജസ്റ്റ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇത് കോപ്പിംഗ് ആണോ ചോയ്സ് ആണോ എന്നുള്ളത് വി നീഡ് ടു ഫിഗർ ഔട്ട്. ആർ ദേ അവോയ്ഡിങ് സംതിങ് ആൻഡ് ഫുൾ ടൈം വലച്ച് പഠിച്ച് ബിക്കോസ് that can be one. There can be other acceptable one is health. ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വർക്കഹോളിസം, ഫുൾ ടൈം ജോലി and they might be extremely successful in their work also because വീട്ടിൽ വന്നു കഴിഞ്ഞാൽ maybe they're trying to avoid something, we don't know. So ഇത് നല്ല രീതി എന്ന് പറഞ്ഞാൽ പുറമേ കാണുമ്പോൾ നമ്മൾ വെരി ഹാർഡ് വർക്കിംഗ് തോന്നുന്നവരും could be taking a flight coping. The other more കുറച്ചും കൂടെ പ്രോമിനന്റ് ആയിട്ട് നമുക്ക് വേഗം മനസ്സിലാവുന്ന ഫ്ലൈറ്റ് കോപ്പിംഗ് is of course mobile addictions, which almost all of us are. Television, binge watching, Netflix, Amazon, മൂവി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ again drug addictions, alcoholism, എല്ലാം ഫ്ലൈറ്റ് കോപ്പിംഗ് ആണ്. അവിടെ there is a problem but we don't want to face it or we don't know how to talk about it, we will not even seek help. അപ്പോൾ നമുക്ക് ഒഴിഞ്ഞു മാറും ബിക്കോസ് അതിലേക്ക് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ you get very anxious. So that's a flight coping. The fourth one is freeze means ഇത്രയും നമ്മൾ വച്ചുകൊണ്ടിരുന്നു, ഫൈറ്റ് ചെയ്യാനും വയ്യ, ഓടി രക്ഷപ്പെടാൻ ഫ്ലൈറ്റും പറ്റുന്നില്ല, ആൻഡ് ദെൻ യു ജസ്റ്റ് ഫ്രീസ് ബിക്കോസ് വാട്ട് ഇസ് ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ഇസ് ടു മച്ച്. ദിസ് ക്യാൻ ഹാപ്പൻ ഈവൻ വിത്ത് സെക്ഷുവൽ അബ്യൂസ്. അതായത് വേഗം നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഒരു വയലേഷൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇറ്റ് ഇസ് നോട്ട് കൺസെൻറ്റേ അല്ല, പക്ഷെ നമുക്ക് ഒച്ചത്തിൽ കൂവാനും പറ്റുന്നില്ല, ഓടാനും പറ്റുന്നില്ല, ചിലപ്പോൾ നമ്മളത് നിന്ന് കൊടുക്കും. ജസ്റ്റ് allow whatever is happening to you. It can happen with sexual abuse at any age. ഒരുപാട് വിവരവും ബുദ്ധിയും ഒക്കെ ഉണ്ട്. ഇറ്റ്സ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ദ ബോഡീസ് റിയാക്ഷൻ ടു ആങ്സൈറ്റി. ഇറ്റ് വാസ് അൺപ്രെഡിക്റ്റബിൾ, യു വർ നോട്ട് എക്സ്പെക്ടിങ് ഇറ്റ്. സോ ഇറ്റ് വാസ് ഷോക്കിംഗ് ആൻഡ് വി ജസ്റ്റ് ഫ്രോസ് എന്ന് പറയില്ലേ, ഞാൻ വിറച്ച് നിന്ന് പോയി എന്ന് പറയില്ലേ. ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ സെക്ഷൽ അബ്യൂസ് ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ വെൻ ഭയങ്കര ആങ്സൈറ്റി. ടീച്ചർ ക്ലാസ്സിൽ ചോദ്യം ചോദിച്ച് പെട്ടെന്ന് വി ആർ ലൈക്ക് ഉത്തരം അറിയായിരിക്കും പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, വി ജസ്റ്റ് ബ്ലാങ്ക് ഔട്ട്. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ എക്സാംസ്, ഇറ്റ് ക്യാൻ ഹാപ്പൻ വെൻ somebody is shouting at you and we know how to explain പക്ഷെ പറ്റുന്നില്ല, we freeze. It can also become lethargy, extreme. നമ്മളത് ലേസി എന്ന് പറഞ്ഞ് ചിലപ്പോൾ എഴുതി തള്ളാറുണ്ട് ഒരുപാട് പേര്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കിടന്നുകൊണ്ടേയിരിക്കുക, ക്ഷീണം, പല്ല് തേക്കാൻ വയ്യ, എല്ലാം കൊണ്ടും ക്ഷീണം. സോ എങ്ങനെയെങ്കിലുമൊക്കെ ഡെയിലി ചോസ് ചെയ്ത് പോവാണ്. ദാറ്റ് ഇസ് lethargy, which is actually body തളർന്ന് ക്ഷീണിച്ചു, they need help. It's a freeze coping mechanism. The fifth one is fawning. Fawning means പീപ്പിൾ പ്ലീസിങ്. ഫോണിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആങ്സൈറ്റി ഉണ്ട്, ഇതൊരു ഡിസ്കംഫർട്ടാണ്, എനിക്കത് ഡിസഗ്രിമെൻ്റ് ആണ്, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് എനിക്ക് ഇവരെ ഇഷ്ടമാണ്, എനിക്ക് ഇവരെ വിഷമിപ്പിക്കേണ്ട, എനിക്ക് ആരെയും വിഷമിപ്പിക്കേണ്ട, എല്ലാവരെയും സന്തോഷിപ്പിച്ച് വെക്കണം. ബിക്കോസ് എല്ലാവർക്കും സന്തോഷമുണ്ടെങ്കിലേ എനിക്ക് സേഫായിട്ട് ഫീൽ ചെയ്യുള്ളൂ, എനിക്ക് സന്തോഷമാവുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ എല്ലാവരും പറയുന്നത് ഓക്കെ 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 എന്നെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കും. ചിലപ്പോൾ ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷെ വി വിൽ ജസ്റ്റ് അഗ്രി ടു everybody and then that can create more conflicts because നമ്മൾ ആരുമായിട്ട് ഡിസഗ്രി ചെയ്യുന്നില്ല. സോ ചിലർ വളരെ സ്വീറ്റ് ആൻഡ് നൈസ് ആയിട്ട് ഇത് നല്ല സ്വഭാവം, ഒബീഡിയൻസിനെ നമ്മൾ വളരെ പുകഴ്ത്തി പറയുന്നത് ഉള്ള സൊസൈറ്റി ആയത് കാരണം we might miss out on many children and adults who are just fawning. എല്ലാവരും സമ്മതിച്ചു കൊടുക്കുക, എന്നിട്ട് എല്ലാവരുടെയും എടുത്ത് അവനവൻ്റെ തലയിൽ വെച്ചിട്ട് അവസാനം ഈ ഭാരം മുഴുവൻ താങ്ങാൻ പറ്റാണ്ട് ആങ്സൈറ്റി ആയിട്ട് we will not know what to do. സഹായം ചോദിക്കാനും പറ്റുന്നില്ല. This is again a lack of skill, lack of knowledge and a huge lack of support system. So ഈ ഫോണിങ് നമ്മൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നുണ്ടോ
you can make out some children nice ആയിട്ട് വന്ന് സോപ്പിട്ട് മമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കും. ചില കുട്ടികൾ ഫൈറ്റ് ആയിട്ട് പറയുന്നത് പറ്റില്ല. സോ ചിൽഡ്രൻ ലേൺ. മൂത്ത ആളുടെ അടുത്ത് എന്താ വർക്ക് ആയത് അതിന്റെ നേരെ വിപരീതമായിരിക്കും ഇളയാളെ ചെയ്യാൻ പോകുന്നത്. സോ ഒരേ രീതിയിൽ നമ്മൾ വളർത്തിയാലും ഓരോ കുട്ടികളും നമ്മളെ നോക്കി പഠിക്കുകയാണ്. ഓക്കെ, ദിസ് ഡസൻ വർക്ക്. സോ ഈ ചൈൽഡ് വിൽ പിക്ക് അപ്പ് എ കോപ്പിംഗ് മെക്കാനിസം വിത്ത് യു ആസ് എ parent, and which you have done the same thing with your parents or teachers or school. So figure out which one you did as in the first 18 years. So for feeding പറഞ്ഞു, fight പറഞ്ഞു, flight പറഞ്ഞു, fawning പറഞ്ഞു, freeze പറഞ്ഞു, and the last one is fornicate. Fornicate is, like we said, ഇത് മുഴുവൻ എനർജിയാണ്. ഈ എനർജി മുഴുവൻ എങ്ങോട്ടെങ്കിലും പോകണ്ടേ. So it can get channelized as sexual energy or controlling sexual energy. So it can go in either directions, just like food. രണ്ട് രീതിയിലേക്ക് പോവാം. അതായത് നമ്മൾ ഫുഡിൽ പോയതുപോലെ ഒന്നുകിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പോവാം, അല്ലെങ്കിൽ കഴിക്കാതെ ഇരിക്കുന്ന ഡയറക്ഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ പിക്കി ഈറ്റിങ്ങിലേക്ക് പോകാം. അതേപോലെ തന്നെ സെക്ഷുവൽ എനർജിയിലും ആകെ കൺഫ്യൂഷൻ വരാം, വിച്ച് ഇസ് എക്സസീവ് ആയിട്ട് ഈ എനർജി റിലീസ്, എക്സസീവ് ആയിട്ട് മാസ്റ്റുർബേഷൻ, എക്സസീവ്, ഐ എം നോട്ട് സെയിങ് മാസ്റ്റുർബേഷൻ ഇസ് ബാഡ്, ബട്ട് എക്സസീവ് ആയിട്ട് ഇറ്റ്സ് ഹാപ്പനിങ് ടു ദ എക്സ്റ്റെന്റ് ടു ഈവൻ കോസിങ് ഇഞ്ചുറി ടു ദ ബോഡി, അല്ലെങ്കിൽ പോർണോഗ്രാഫിക് അഡിക്ഷൻസ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെക്ഷുവൽ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ സെക്സ്റ്റിംഗ്. ഇപ്പോൾ ഈ വെർച്വൽ മീഡിയയും കൂടെ വന്നത് കാരണം ഒരുപാട് അങ്ങനത്തെ ടോക്ക് അത് ചെയ്താലേ ദാറ്റ്സ് ദി ഓൺലി വേ യു ക്യാൻ ഹാവ് കോൺവെർസേഷൻസ് എന്നുള്ള രീതിയിൽ പോവുക. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് എ ചോയ്സ്, ഇറ്റ് ബിക്കംസ് ലൈക്ക് എ പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി ദാറ്റ് ദിസ് ഇസ് വാട്ട് യു പ്രിഡോമിനൻ്റ്ലി ടോക്ക് അബൌട്ട് എന്നുള്ള സെക്ഷുവൽ എനർജി റിലീസ് ആവാം. ഓർ ഇറ്റ് ക്യാൻ ഗോ ടു ദി അതർ ഡിറക്ഷൻ വെയർ കംപ്ലീറ്റ് ആബ്സ്റ്റിനൻസ്, അതായത് ഒട്ടും ഇൻറ്റിമേറ്റ് ആവാൻ പറ്റാതെ തൊടൽ തന്നെ. ഇറ്റ് ക്യാൻ ബി വെരി വെരി ഡിഫിക്കൾട്ട് ഈവൻ ടു ടേക്ക് ഇൻ ടച്ച്. സെക്ഷുവൽ ഹെൽത്ത് കംപ്ലീറ്റ്ലി സിപ്പ് ആവുക, നോട്ട് ഏബിൾ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് തന്നെ നമ്മൾ ഇപ്പോഴാണ് ഒരുവിധം സംസാരിച്ച് തുടങ്ങുന്നത്. സോ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് സെക്ഷുവൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ nobody talks about it, particularly men. It becomes extremely difficult. അപ്പോൾ ഈ കോൺവെർസേഷൻസ് പാർട്ട്നേഴ്സ് തമ്മിൽ നടക്കുന്നില്ല, പ്രിഫറൻസസ് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓൾ ദാറ്റ് ക്യാൻ ജസ്റ്റ് എസ്കലേറ്റ് ടു ഈ കോൺവെർസേഷൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. ഇതൊരു ഡിസ്കഷൻ ഡയലോഗ് ഒന്നും ആവുന്നില്ലെങ്കിൽ ഈ സെക്ഷുവൽ ഹെൽത്തിൽ ഡിസ്കംഫർട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് nobody talks about it. If it's hushed up, what happens? It becomes escalates and it starts affecting your body. ഒരു ആവശ്യമില്ലാണ്ട് രണ്ടുപേര് തമ്മിൽ ഡിസ്കണക്ഷൻ ഉണ്ടാവാം. സോ അവർ മെയിൻ എയിം ഇസ് ത്രൂ ലേണിംഗ് ദീസ് കോപ്പിംഗ് മെക്കാനിസംസ്. എന്തിനാ നമ്മൾ പഠിക്കേണ്ടത്? ബിക്കോസ് ഇത് അറിഞ്ഞാലല്ലേ ഓക്കെ നമ്മൾ ഇതിലെങ്ങാനും പെട്ട് കിടക്കുവാണോ, നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയാൻ വയ്യാതെ കഷ്ടപ്പെടുവാണോ? അങ്ങനെയാണെങ്കിൽ ദർ ആർ ഓപ്ഷൻസ് ഫോർ യു ടു എക്സ്പ്ലോർ, ഗെറ്റ് ദ നോളജ്. ഒന്നെങ്കിൽ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ സഹായം തേടുക. ഇപ്പോൾ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ സംടൈംസ് വി മൈറ്റ് ഹാവ് ടു ടേക്ക് ദി എഫേർട്ട് ദെയർ. അല്ല നമ്മളിങ്ങനെ ആരെങ്കിലും സ്റ്റക്കായിട്ടിരിക്കുന്ന കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നുള്ളത് സംതിങ് വി നീഡ് ടു ലേൺ. സോ ടുഡേ വി ലേൺ ദ 6 coping mechanisms, and remember in childhood we are all coping. As adults നമുക്ക് ഈ കോപ്പിംഗ് ആവശ്യമില്ല, നമുക്ക് ചൂസ് ചെയ്യാം, ബിക്കോസ് നമ്മൾ അഡൾട്ട്സ് ആയി. പക്ഷെ അഡൾട്ട് ലൈഫിൽ നമ്മൾ ഇതേ കോപ്പിംഗ് പാറ്റേൺസ് എടുക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് വെൻ ഇറ്റ് ബിക്കംസ് അഗൈൻ ട്രോമ. നമുക്ക് ഈ പാറ്റേൺസ് അൺലേൺ ചെയ്യണം. അല്ലാതെ അതിനെ ഒരു ലേബൽ ചെയ്തിട്ട് ഈ പേഴ്സണാലിറ്റി മറ്റേ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ബട്ട് ദ പോയിന്റ് ഇസ് ഹൗ ഡു വി ഹെൽപ്പ് ദം, ഹൗ ഡു വി സപ്പോർട്ട് ഈച്ച് അതർ. അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം വി നീഡ് ടു ബി അവെയർ, എന്താ അവിടെ സംഭവിക്കുന്നത്, എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. വി ക്യാൻ അൺപാക്ക് ഓൾ ദിസ് സ്ലോലി. സോ ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ടുഡേസ് സെഷൻ. എനി കമൻസ്, please post as comments or write to me separately, email ഒക്കെ ചെയ്യാം. And yeah, like, share and subscribe. Thank you so much. Bye.